എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ഇന്നിപ്പോൾ നമുക്ക് കർക്കിടക മാസമാണല്ലോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ കർക്കിടകത്തിലെ ഒരു പ്രധാന വിശേഷം തന്നെയാണ് നമ്മളിതിൽ കർക്കിടക കഞ്ഞി, കർക്കിടകത്തിലെ ഔഷധക്കഞ്ഞി. അപ്പോൾ എനിക്ക് കഴിക്കാൻ ഔഷധക്കഞ്ഞിയാണ്. അമ്മയ്ക്ക് പിന്നെ സാധാരണ ചോറ് തന്നെയാണ്. നമുക്ക് പിന്നെ കഞ്ഞി അങ്ങനെ ഇതങ്ങനെ ഔഷധക്കഞ്ഞി അങ്ങനെ ഇപ്പം അങ്ങനെ കഴിക്കില്ല. അത് വെച്ചാൽ നമുക്ക് അപ്പം അങ്ങനെയുള്ള വിശേഷങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് രാവിലത്തെ ചായ ഒരു ആരുണ്ട്, അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ടുള്ള ആ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കാം. അപ്പോൾ ഇതിപ്പോൾ എന്താ വെച്ചാൽ രാവിലെ നമുക്ക് എന്താ വെച്ചാൽ ദോശയാണ്. ദോശ, കടലക്കറി. അപ്പോൾ അതിലിപ്പോൾ ഇങ്ങനെ തുടങ്ങാം. അപ്പോൾ നമ്മളെ കടലക്കറി നമ്മളിന്ന് കടലക്കറിയാണ് ദോശയ്ക്ക്. റാഗി, ഉഴുന്ന്, ഉലുവ, അരി അത് ചേർത്ത ദോശയാണ്. ഇത് കൂടുതൽ ഞങ്ങൾ റാഗി കുറച്ച് ചേർക്കും അതിൽ. ഇന്നത്തെ നമ്മളെ നല്ല രസമാണ് ദോശയ്ക്ക് നമ്മൾ കടലക്കറി. അപ്പോൾ നമ്മൾ രാവിലത്തെ ചായ പലഹാരങ്ങൾ കഴിഞ്ഞു, ഏതാത് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ അടുത്ത് നമുക്ക് ഇന്ന് പ്രധാനം വെച്ചാൽ കഞ്ഞിയാണ്. ആ ഒരു കർക്കിടക മാസത്തിലെ ആ ഒരു കഞ്ഞി രസമാണല്ലോ. അപ്പോൾ അമ്മയ്ക്ക് ചോറ് തന്നെയാണ്. എനിക്ക് വെച്ചാൽ കഞ്ഞി വെച്ചാൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കഞ്ഞിയല്ല, നമ്മൾ ഔഷധ കഞ്ഞിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇതിലാണ് അരി തന്നെയാണ്, നമ്മളെ ആ തവിടുള്ള അരി. അപ്പോൾ അതിലാണ് ഔഷധ കഞ്ഞിൻ്റെ ചൂർണത്തിൻ്റെ ആ ഒരു നമ്മൾ ആ ബോട്ടിലാണ്. ഇതാണ് നമ്മൾ ആ ഒരു ഔഷധ കഞ്ഞി ചൂർണത്തിൻ്റെ ആ ഒരു ബോട്ടിൽ. ഇത് നമ്മളെ കോട്ടക്കൽ ആയുർവേദശാല തന്നെയാണ്, അവിടുന്ന് വാങ്ങിച്ചതാണ്. അതിൻ്റെ വിശദ വിവരങ്ങൾ, കഞ്ഞി ഉണ്ടാക്കുന്നതിനെ പറ്റിയും കാര്യങ്ങളൊക്കെ വിശദമായ വിവരങ്ങൾ ഇതിലുണ്ട്. ഇപ്പോൾ 100 ഗ്രാം അരി, ബാർലി, നവര അരി, നുറുക്ക് ഗോതമ്പ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വെള്ളത്തിലോ പാലിലോ 10 ഗ്രാം ഔഷധക്കഞ്ഞി കൂട്ട് ചേർത്ത് നന്നായി തിളപ്പിച്ച് കഞ്ഞി ഉണ്ടാക്കുക. പിന്നെ ഇപ്പോൾ ഇതിൽ തന്നെ ഉണ്ട് സ്വാദിന് വേണമെങ്കിൽ നമുക്ക് ഇന്ദുപ്പ്, നെയ്യ്, ശർക്കര, തേങ്ങാപ്പാൽ ഒക്കെ വേണമെങ്കിൽ ചേർക്കാം. അത് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ ഇതാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ കർക്കിടക മാസത്തിൽ ഇതിപ്പോൾ 1-ാം തീയതി വാങ്ങിയിട്ടുണ്ട്. 1-ാം തീയതി മുതൽ തന്നെ ഞാൻ ഒരു നേരം എന്തായാലും ഈ ചൂർണം ഇട്ടിട്ടുള്ള കഞ്ഞി. അപ്പോൾ നമ്മൾ ഗോതമ്പ് നുറുക്ക്, നമ്മളാ കഞ്ഞിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു നുറുക്കുണ്ടല്ലോ, അതാണ് ഞാൻ വാങ്ങിയിട്ടില്ല. അതിലാണ് കൂടുതലും ഞാൻ പൊതുവെ രാവിലെയും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാത്രി, കൂടുതൽ രാത്രി ഉണ്ടാക്കല്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു നേരത്തെ. അപ്പോൾ നമ്മൾ ചെറുപയറിൻ്റെ കഴിഞ്ഞിട്ട് വേണം ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ. ഇപ്പോൾ ഇതാണ് ആ ഒരു ബോട്ടിൽ. നമ്മൾ തേങ്ങ ഇത് ലേശം മതി. അപ്പോൾ ചെറുപയർ തലേദിവസം വെള്ളത്തിൽ കുതിർത്തത് പാകത്തിന്. പിന്നെ തേങ്ങ ചിരകിയത്, പിന്നെ കറിവേപ്പില, നമ്മളെ കാന്താരി മുളക്,
ഇനി നമുക്ക് ഇതിനെ ഇളക്കി ഉച്ചയ്ക്ക് മാത്രമാണ് അതിനുള്ളതായിട്ടുള്ളൂ. നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാമല്ലോ. കർക്കിടക കഞ്ഞി പണ്ടും ആ ഒരു അല്ലേ, പണ്ട് വലിയ പ്രധാനമല്ലേ കർക്കിടക കഞ്ഞി അല്ലേ? പണ്ടിപ്പോ എങ്ങനെയാ പിന്നെ വീട്ടിൽ തന്നെ അല്ലേ ആ ഒരു കൂട്ടുകളൊക്കെ ഉണ്ടാക്കി അങ്ങനെയല്ലേ ഉണ്ടാക്കിയിരുന്നു? വീട്ടിൽ തന്നെ ഉള്ള അന്നൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയില്ല അങ്ങനത്തെ ഇതൊക്കെ അല്ലേ, അതിലെ ചേർക്കണ്ടൊക്കെ അന്നത്തെ ഒരു പ്രധാനമായിരുന്നു അല്ലേ? അതിപ്പോഴും ഉണ്ട്. ഞങ്ങളൊക്കെ പണ്ടത്തെ കാലം കർക്കിടക്കഞ്ഞി ഉണ്ടാക്കി ഞങ്ങളതാ കുടിച്ചിരുന്നത്. കഞ്ഞിയായി അതുപോലെ നമ്മളെ ചെറുപയറിൻ്റെ ആ ഒരു തോരൻ, അത് രണ്ടും ഇന്നിപ്പോൾ അതിനേ ഉള്ളൂ കാര്യമായിട്ട്. അപ്പോൾ പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ രാവിലത്തെ ചായൻ്റെ ആ ഒരു നമ്മളെ കടലക്കറി ഉണ്ടല്ലോ, അപ്പോൾ അതാണ് അമ്മയ്ക്ക് പിന്നെ കറിയായിട്ട് എടുക്കുന്നത്. ഇതിപ്പോൾ അതിനെ വേറെ ഒന്നുമില്ല, അങ്ങനെ മറ്റ് പച്ചക്കറികളുള്ള ഇതൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഊണ് കഴിക്കാനുള്ള സമയമായി, നമുക്ക് ഏതായാലും ഊണ് കഴിക്കാം. ചെറുപയറും പപ്പടം കാച്ചിയതും പിന്നെ നമ്മുടെ രാവിലത്തെ കറിയിലെ വെള്ളമാണ് കാര്യമായിട്ട്. വെള്ളം വയ്ക്കും ആ കറീൻ്റെ ഗ്രേവി. അപ്പോൾ നമ്മളെ ഔഷധക്കഞ്ഞിയുണ്ട്, പിന്നെ ചെറുപയർ, ഈ ചെറുപയറിൻ്റെ തോരൻ കൂട്ടി കഴിക്കാൻ നല്ല രസമുണ്ട്. അല്ലെങ്കിൽ തേങ്ങാ ചമ്മന്തിയൊക്കെ വേണം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കും. നമുക്കടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.